കുറ്റമില്ല. ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട് ഈ നാട്ടിൽ. വാഹന നിയമങ്ങൾ, ഗതാഗത നിയമങ്ങൾ, യാത്രയിൽ അല്ലാതെയൊക്കെ ഒരു നിയമമില്ല. നിങ്ങൾ ഇഷ്ടം പോലെ വണ്ടി ഓടിച്ചു, തോന്നിയതുപോലെ ചെയ്തോ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള അനുവാദം, സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ വണ്ടി ഓടിച്ചാലും തെറ്റില്ല. തട്ടിമുട്ടിയും അപകടങ്ങൾ ഉണ്ടാകും, നാശനഷ്ടങ്ങളൊക്കെ ചെയ്യും. പക്ഷേ നിയമം ഇല്ലെങ്കിൽ കുറ്റമില്ല. അതുകൊണ്ട് തന്നെ കുറ്റമില്ലെങ്കിൽ ശിക്ഷയും ഉണ്ടാവില്ല. ഭൂമി ലോകത്ത് അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിൽ ആദ്യത്തെ നിയമം എന്താണ്? ആദ്യത്തെ നിയമം മനുഷ്യന്മാർക്ക് മാത്രമേ, വേറെ മറ്റ് ജീവജാലങ്ങൾക്കൊന്നും നിയമമില്ല. അങ്ങനെ ആദ്യത്തെ നിയമം എന്തായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കി? പറയുന്നവർക്ക് സമ്മാനമുണ്ട്. എൻ്റെ ഒരു നാട്ടുകാരുണ്ട്, ഓനത് പറഞ്ഞാൽ 2 സമ്മാനം. എനിക്ക് ധൈര്യമാണ്. സൃഷ്ടിച്ചവനെ ആരാധിക്കുക. എവിടെയാണ് ആ നിയമം? നിയമം ഒരു നിയമമായി നമുക്ക് വളരെ ലളിതമായും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു നിയമം. എന്താണത്? സൂറത്തുൽ ബഖറ നമ്മളൊക്കെ ഓതിപ്പോകുന്ന ആദ്യത്തെ സൂറത്ത് 35-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തും വലാ തഖറബാ ഹാദിഹി ശജറ. ഭൂമിയിലേക്ക് വന്നിട്ടില്ല, മനുഷ്യനെ സൃഷ്ടിച്ചു, സ്വർഗത്തിൽ പാർപ്പിച്ചു. ഒറ്റയ്ക്ക് പോയി ഇനി എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? സ്വർഗാവോ? ഒരെണ്ണത്തോണ വേണ്ടേ? അപ്പം പെണ്ണുങ്ങളിൽ കൊടുത്തു. ഹവ്വ ടീച്ചർ നാട്ടിൽ. അപ്പോ അങ്ങനെ സ്വർഗത്തില്ല, പിന്നെ സ്വർഗം എന്ന് പറയാനുള്ളൂ. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്താ വേണ്ടത്? ഇഷ്ടം പോലെ ആസ്വദിച്ചു കൊള്ളുക, തിന്നുക, കുടിക്കുക, എന്താണ്. പക്ഷെ ഒരു നിയമമുണ്ട്. എന്താ നിയമം? വലാ തഖറബാ ഹാദിഹി ശജറ. ഈ മരത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ അടുത്തു പോകുന്നു. ഈ മരത്തിൻ്റെ അടുത്തേക്ക് പോകരുത്. നിയമം. പിന്നെയാണ് വചനങ്ങൾ അവതരിക്കുന്നതും നിങ്ങൾ പറഞ്ഞ നിയമങ്ങളൊക്കെ. അപ്പോൾ സ്വർഗത്തിൽ പിന്നെ ഇബാദത്തുകളുണ്ടോ? വേണോ? ഇബാദത്തുകൾ ഒരുപാട് ചെയ്തതിനുള്ള അല്ലേ പ്രതിഫലമായിട്ടാണ്, സമ്മാനമായിട്ടാണ് സ്വർഗം. എന്നാലും ഉണ്ടാവാം, കൃത്യമായി അറിഞ്ഞുകൂടാ. സ്വർഗഭാഗ്യം ലഭിച്ചിട്ടുള്ള മഹാന്മാർ അവർ തീർച്ചയായും എപ്പോഴും അതിന് നന്ദിയുള്ളവരാവും. അപ്പം നന്ദി ചെയ്യുന്നതിൻ്റെ ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ടാവാം. സ്വർഗത്തിൽ പ്രാർത്ഥനയില്ല, ആരാധനയില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ നിർബന്ധിച്ചിട്ടില്ല, അതിൻ്റെ തെളിവുകളൊന്നും കാണുന്നില്ല. പക്ഷേ നിയമം, സ്വർഗത്തിൽ പോലും നിയമമുണ്ടായി. ആദ്യത്തെ നിയമം എന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ മരത്തിനോട് അടുക്കാൻ പാടില്ല. എന്നിട്ടോ എന്തുണ്ടായി? ഇബ്ലീസ് പണി പറ്റിച്ച്. ഓക്കെ, എന്താ പറഞ്ഞത്? പിന്നെ ഇബ്ലീസ് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് കൈഫൽ ഹാൽ എന്ന് സ്വർഗത്തിൽ ചോദിച്ചാൽ എന്താ പറയുക? പറയാനുണ്ടോ? പറഞ്ഞാൽ തീരുമോ? എന്തെല്ലാം സന്തോഷങ്ങളാണ്. അപ്പോൾ ഇബ്ലീസ് പറയും, ഈ സന്തോഷവും ഇതേ നിങ്ങൾക്ക് എന്നെന്നും വേണ്ട വിചാരിച്ചിട്ടാണ്. ഈ
ഇക്കാര്യം പറഞ്ഞതിൽ. നിങ്ങൾക്ക് ഞാനൊരു ഷജറത്തുൽ ഖുൽദ്, ഒരു പെർമനൻ്റ് ട്രീയാണ്, എന്നും സ്വർഗത്ത് നിൽക്കാൻ പറ്റിയ ഒരു കായുണ്ട്, മരുന്നുണ്ട്, അത് മരത്തുമലുള്ളത്. അപ്പോൾ ഈ സ്വർഗം എന്നും ഉണ്ടാവണം, അത് തീർന്നു പോകരുത്. അപ്പോൾ മനുഷ്യൻ്റെ വല്ലാത്തൊരു മോഹത്തിൻ്റെ ഭാഗമാണ് എന്നെന്നും ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ പൂതി പറഞ്ഞ് മൂപ്പിച്ചിട്ടാണ് എന്നും സ്വർഗത്ത് നിൽക്കാൻ വേണ്ടിയാണ് മരത്തിൻ്റെ കായ് പോയി പറിച്ച് തിന്നത്. അതോടെ എന്ത് സംഭവിച്ചു? ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആദ്യത്തെ നിയമമായും ആദ്യത്തെ പാപമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ശിക്ഷയാണ് എന്ത്? സ്വർഗത്തിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പം നിയമമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികളുമുണ്ട്. നിയമം ലംഘിച്ചാൽ അത് ശിക്ഷയാണ്. അതിന് ഒരുപക്ഷെ പുറത്തു കൊടുക്കാം, അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാവാം. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വചനമുണ്ട്, പാപങ്ങളെക്കുറിച്ച്, തെറ്റുകളെപ്പറ്റി. എന്താണ്? ഇന്ന കുല്ല ഇബ്ന ആദം ഖത്താ, ചില വചനങ്ങളിൽ ഖത്താഊൻ. അപ്പം ആദമിൻ്റെ മക്കൾ ആരാണ്? ആദമിൻ്റെ മക്കൾ ആത്മീകൾ, എല്ലാ ആത്മീകളും. മനുഷ്യൻ എന്നതിന് നമ്മുടെ ബായികൾ പറയുന്നത് ആത്മീ എന്നാണ്. എന്താ ആദ്മി എന്ന് പറഞ്ഞാൽ? ആദമിൽ നിന്ന് വന്നവർ, അതാണ് ആദ്മി. അപ്പം ആദം സന്തതികൾ മനുഷ്യന്മാർ മുഴുവൻ തെറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ പിന്നെ ആരാ നല്ല മനുഷ്യന്മാരുള്ളത്? വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ. അങ്ങനെ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരില്ല. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നല്ലവരാരാ? അത്തവ്വാബൂൻ. ആരാണ് തവ്വാബ്? തൗബ ചെയ്യുന്നവർ, അതിൽ ഖേദം, മനസ്താപമുണ്ടാകുന്നവർ, കുറ്റബോധമുണ്ടാകുന്നവർ, ഖേദിച്ച് മടങ്ങുന്നവർ, പശ്ചാത്തപിക്കുന്നവർ, അവരാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നല്ലവർ എന്ന്. ഞാനിവിടെ രാവിലെ ഒരു പണിയായിട്ട് വന്നതാണ്. ഉച്ചക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് ഓൺ കോൾ ഡ്യൂട്ടി, വീക്കെൻഡിൽ. നിങ്ങളൊക്കെ വീക്കെൻഡിൽ ഉഷാറായിട്ട് കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. അപ്പം എന്താ വിഷയം? കുറേ കള്ളന്മാരെ പിടിച്ചുകൊണ്ടുവന്നാണ്, അവരെ ചോദ്യം ചെയ്യലാണ്. അപ്പോൾ അവർ പറയണ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, അവർ ചോദിക്കണം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഇടയിലുള്ളൊരു പ്രതിയായിട്ട് ഞാനിങ്ങനെ രണ്ട് കൂട്ടരുടെ ഇടയിൽ, അതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരില്ലെങ്കിൽ നമുക്കൊന്നും ജോലി ഉണ്ടാവില്ല. അപ്പോൾ ഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ. അപ്പോൾ എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരോട് പറയും, നിങ്ങൾ തൗബ ചെയ്യണം, പശ്ചാത്തപിച്ച് മടങ്ങണം എന്ന്. ഓക്കെ, ഏതായിരുന്നാലും അങ്ങനെയാണ് പാപത്തിൻ്റെ അവസ്ഥ, കുറ്റകൃത്യങ്ങൾ. ഞാൻ ഈ വിഷയം സൂചിപ്പിക്കാൻ കാരണം, അല്ലെങ്കിൽ എന്താണൊരു വിഷയം ക്ലാസ്സിനെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി. അപ്പോൾ സലാം അലി എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവർത്തനങ്ങളാവാൻ പാടില്ലല്ലോ. ഇന്നിപ്പം നൈമിഷികമായൊരു വിഷയമുണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ. എന്താണത്? നിമിഷപ്രിയ. പേര് പറയണ്ടെന്ന് വിചാരിച്ചാൽ, നിങ്ങളാരും പറയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം അതിന് വധശിക്ഷയ്ക്ക് വിധിയൊക്കെ കഴിഞ്ഞു, പിന്നെ അത് നടപ്പിലാക്കാൻ ഉള്ള ഒരുക്കങ്ങളിലാണ്. അതിനിടയ്ക്ക് പിന്നെ നാട്ടിൽ നിന്ന് പലരും ഇടപെട്ടു, സർക്കാർ തലത്തിലൊക്കെ ഇടപെട്ടിട്ട് ഒന്നും പ്രത്യേകിച്ച് അതിൻ്റെ നല്ല റിസൾട്ടുകളൊന്നും പറയാനില്ലാത്ത അവസ്ഥയിലാണ്. അതിലാണ് പിന്നെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ചില ഇടപെടലുകൾ ഉണ്ടായത്. എന്തായിരുന്നാലും അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ടാണ് കുറ്റവും ശിക്ഷയും എന്നുള്ള ഒരു വിഷയം ക്ലാസ്സിലേക്ക് വരാൻ കാരണം. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന അത്രയേ നമുക്ക് സമയമുള്ളൂ. അതിനിടയ്ക്ക് എന്തെങ്കിലും ചില കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, നിയമങ്ങൾ ഉള്ളപ്പോഴാണ് തെറ്റും ശരിയും ഉണ്ടാകുന്നത്, ഇല്ലെങ്കിൽ കുറ്റങ്ങളില്ല. അപ്പോൾ നിയമങ്ങൾ അത് പാലിക്കപ്പെടണം, അത് നടപ്പിലാവണം. അതിൽ പഴുതുകൾ ഉണ്ടാവരുത്, അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അഴിമതികളും കൈക്കൂലിയും അതുപോലെ
നിയമങ്ങളൊക്കെ ഭരണഘടനയിലും നിയമപുസ്തകത്തിലും ഉണ്ടെങ്കിലും പലരും ചുളിവിൽ രക്ഷപ്പെടുന്നു നിയമത്തിൻ്റെ പഴുതുകളിലൂടെ. അങ്ങനെ ആവുമ്പോൾ അതിന് നിയമലംഘനത്തിൻ്റെ ഒരു വലിയ സംവിധാനമായി അത് മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായ ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ ഉസാമ ഇബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? ഉസാമ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓമനപ്പേരുണ്ടായിരുന്നു, ഹുബ്ബുൻ നബി എന്ന്. നബിയുടെ ഹുബ്ബായ സെയ്ദ് റളിയല്ലാഹു അൻഹു. ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമയെ മടിയിലിരുത്തി ഒരു കാൽത്തുടയിലും ഹസനെയും ഹുസൈനെയും ഒക്കെ ആരെങ്കിലും മറ്റേ ഭാഗത്തും വെച്ചിട്ട് രണ്ടാളെയും ഓമനിക്കാറുണ്ടായിരുന്നു, കളിപ്പിക്കാറുണ്ടായിരുന്നു. അത്രയ്ക്ക് നബിയുടെ ഹുബ്ബുൻ നബി എന്ന് പേര് നേടിയിട്ടുള്ള, കുഞ്ഞുനാളിലെ നബിയുടെ മടിത്തട്ടിൽ വളർന്നിട്ടുള്ള സഹാബിയാണ്. എന്തിനാ ഇപ്പോൾ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു സംഭവം ഉണ്ടായി. അൽ മർഅത്തുൽ മഖ്സൂമിയ എന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്, ഹദീസുകളിലൊക്കെ. മഖ്സൂമി കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തി. മദീനത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമവും തീരുമാനങ്ങളും നടപടികളുമാണ്. മുഖം നോക്കാതെ നീതി നടപ്പിലാക്കും. അപ്പം ഇസ്ലാമിൻ്റെ നിയമം എന്താ, വിധി എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. കട്ടാൽ കൈ വെട്ടിക്കളയും. അപ്പോൾ എന്താ മാർഗം? റസൂലിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഒത്താശ ചെയ്യാൻ, ഒരു ശുപാർശ ചെയ്യാൻ ആരാണ്ടാവുക? അപ്പോൾ വലിയ കുടുംബമാണ്, അവർക്ക് രക്ഷപ്പെടണം. അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞു, അതിനിപ്പോൾ ആരാ ധൈര്യപ്പെടുക? ഉസാമല്ലാതെ. ഉസാമ നബിൻ്റെ മടിയിൽ കയറിയിരുന്നവനാണ്, തോളിൽ കയറി കളിച്ചവനാണ് റളിയല്ലാഹു അൻഹു. അപ്പം എല്ലാവരും കൂടി വന്നിട്ട് സങ്കടം ഉസാമ റളിയല്ലാഹുവിനോട് പറഞ്ഞു. ഉസാമ റളിയല്ലാഹു ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയത്തിൽ ഒരു വർത്താനം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ്? അതശ്ഫഉ ഫി ഹദ്ദിൻ മിൻ ഹുദൂദില്ല. അള്ളാൻ്റെ വിധികളിൽ ഒരു വിധി നടപ്പിലാക്കുന്നിടത്താണോ നീ ശുപാർശ ചെയ്യാൻ വന്നത്? അള്ളാൻ്റെ നിയമത്തിൽ മാറ്റം വരുത്താനാണോ നിൻ്റെ ഒത്താശ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ട് ചോദിച്ചു. എന്നിട്ടോ സുമ്മ കാമ വഖ്തത. എന്നിട്ട് നബി ആണെന്ന് നീറ്റു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടൊരു ഉപദേശം, വലിയ പ്രസംഗമല്ല, ഒരു ഉപദേശം അവിടെ ഉള്ളവരോട് കേൾപ്പിക്കുകയാണ്. എന്താണത്? ഇമാം ബുഖാരിയും മുസ്ലിമും തിർമിദിയും അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത് ആ സംഭവം നിവേദനം ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്, പുറത്തേക്ക് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. കാരണം നബി കുടുംബത്തിലും നബിയുടെ വീട്ടിലും കൂട്ടത്തിലും ഒക്കെ ഉണ്ടാകുന്ന, ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് കേൾക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഉപദേശമാണ്. എന്താ പറയണത്? ഇന്നമാ അഹ്ലക്കല്ലദീന ഖബ്ലക്കും. നിങ്ങൾക്ക് മുമ്പ് കുറേ കൂട്ടരുണ്ടായിരുന്നല്ലോ, അവരൊക്കെ നശിക്കാൻ കാരണമുണ്ടായത് അന്നഹും കാനു ഇദാ സറഖ ഫീഹിം അശ്ശരീഫ്. മാന്യനായ ഒരാൾ, VIP ആരെങ്കിലും കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ തറക്കുഹു, സാരല്ല എന്ന് പറഞ്ഞു വിടും. വൈദാ സറഖ ഫീഹിം ലഈഫ്, താഴെക്കിടയിലുള്ള ലഈഫായ ആരെങ്കിലുമാണ് കള്ളത്തരം ചെയ്തതെങ്കിലോ അഖാമു അലൈൽ ഹദ്ദ, അവിടെ വിധി നടപ്പിലാക്കും, ശിക്ഷ നടപ്പിലാക്കും. ഇങ്ങനെയാണ് പൂർവികരായ ജനത, കിതാബും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടായിട്ടും അത് ജീവിതത്തിൽ പാലിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും അവർ വീഴ്ച വരുത്തി. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ശാപം അവർക്കുണ്ടായത്. അങ്ങനെയാണ് അവർ തകർന്നു പോയത്, അല്ലെങ്കിൽ നശിച്ചു പോയത് എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅയ്മല്ലാ ലൗ അന്ന ഫാത്തിമ ബിൻത് മുഹമ്മദിൻ. അള്ളയാണ് സത്യം, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടത് എങ്കിൽ ഖതഅതു യദഹ, അവളെ കൈ ഞാൻ വെട്ടും. ആരാ പറയണത്? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അള്ളാഹിൻ്റെ വിധി നടപ്പിലാക്കുന്നതിൽ മുഖം നോക്കാതെ, ആളെ നോക്കാതെ, മേലെയും താഴെയും നോക്കാതെ അത് നടപ്പിലാക്കണം. അവിടെ അത് ലംഘിക്കുകയും
അതിൽ പക്ഷപാതിത്വം നടത്തുകയും ശുപാർശകൾ സ്വീകരിക്കുകയും ആളെ നോക്കി വിധി നടപ്പിലാക്കിയൊക്കെ ചെയ്തതാണ് പൂർവികരായ ആളുകൾ പരാജയപ്പെടാൻ, തകർന്നു പോകാൻ കാരണം, അള്ളാഹിൻ്റെ ശിക്ഷ ഏൽക്കാൻ കാരണം. അതുകൊണ്ട് വലോ അന്ന ഫാത്തിമ ബിന്ത് മുഹമ്മദ് തങ്കലിപികളാൽ ലോകത്തിൻ്റെ നെറുകയിൽ എഴുതി വെക്കേണ്ടുന്ന വാക്യമാണ്. മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുഴുവൻ നിയമം പ്രഖ്യാപിക്കുകയും പാലിക്കുകയും നടപ്പിലാക്കുകയും നീതിയുടെ ഭരണം നടത്തുകയും മാതൃക കാണിക്കുകയും ചെയ്തിട്ടുള്ള പ്രവാചകർ. ആ പ്രവാചകർ പറയാണ്, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് കളവ് നടത്തിയത് എങ്കിൽ ഖതഅതു യദഹ, അവളെ കൈ ഞാൻ മുറിച്ചിരിക്കും. അപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. നിയമം എന്നത് അത് പാലിക്കപ്പെടാനും നടപ്പിലാക്കാനും നടപടികളെടുക്കാനും തന്നെയുള്ളതാണ്. അതേ അവസരത്തിൽ നിയമത്തിൻ്റെ പല വശങ്ങളുമുണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് പൊതുവെ അതിനെ നോക്കിക്കാണാൻ സാധിക്കും. ഒന്ന്, ഇസ്ലാമിക ശരീഅത്തിൻ്റെ ടെക്സ്റ്റിൽ വഹിയായി ലഭിച്ചിട്ടുള്ള നിയമങ്ങൾ, വിശുദ്ധ ഖുർആൻ, അതിലെ വചനങ്ങൾ, കൽപ്പനകൾ, വിധികൾ, വിലക്കുകൾ. അതുപോലെ ഖുർആനിൻ്റെ ജീവിത ആവിഷ്കാരമായി അത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാനും പറഞ്ഞു തരാനും വന്ന പ്രവാചകർ. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്ന വിധികളും പ്രസ്താവനകളും നടപ്പിലാക്കുന്ന രീതിയും. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലെ വചനങ്ങളല്ലെങ്കിലും മതവിഷയങ്ങളും അതിൻ്റെ വിവരണവും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ സുന്നത്ത് നബിചര്യ എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആനും അതുപോലെ തന്നെ സുന്നത്തിലുമുള്ള നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, വിധികൾ, വിലക്കുകൾ. ഒന്ന് അതാണ് മൊത്തത്തിൽ നിയമം. വേറെ ഒന്ന് അതിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് അതിൽ പരാമർശിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്ത മനുഷ്യരുണ്ടാക്കിയതാണ്. പക്ഷേ മതപരമായ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള വിധികളുമുണ്ട്. മഹാനായ സഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് പറഞ്ഞേക്കുകയാണ്. ഒരുപാട് രീതിയിൽ ആ സംഭവങ്ങൾ, സന്ദർഭങ്ങൾ വിവരിച്ചിട്ടുണ്ട്. കണ്ടവരും കേട്ടവരും പല രീതിയിൽ അതിനെ വിവരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ചിട്ട് കൂടെ നടന്നു, യാത്രയാക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമ കുൻത് വഅത്ബിഇൽ സയ്യിഅത്തൽ ഹസനത തംഹുഹ വഖാലിഖിൻ നാസ ബിഖുലിഖിൻ ഹസന. ഈ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആളാണ്, പക്ഷേ നീ പോവുകയാണ്, പുറത്തേക്ക് പോവുകയാണ്. ഇനി നമുക്ക് എപ്പോഴും മുന്നിലിരിക്കാനും കാണാനും കഴിയില്ല. അതുകൊണ്ട് നീ എവിടെയാണെങ്കിലും ഹൈസുമാ കുൻസ്, എവിടെ എത്തിയാലും എന്ത് വേണം? അള്ളാഹിനെ സൂക്ഷിക്കണം. എന്നിട്ടോ മനുഷ്യന്മാരാണ്, തെറ്റുകൾ പറ്റിപ്പോവും. വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത, എന്തേലും പിഴച്ചു പോയാൽ, തെറ്റിപ്പോയാൽ ഉടനെ അതിൻ്റെ പിന്നാലെ ഒരു ഹസനത്ത് ചെയ്യുക. സോറി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഒരുപാട് ചരിത്രത്തിൽ അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. എന്തെങ്കിലും പിഴവുകൾ, തെറ്റുകൾ പറ്റിപ്പോയതിന് അതിന് പശ്ചാത്തപിക്കുകയും തൗബ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും 2 റക്അത്ത് നിസ്കരിക്കുക, സദക്ക കൊടുക്കുക, എന്തെങ്കിലും നന്മകൾ വർദ്ധിപ്പിക്കുക, ഇങ്ങനെ തംഹുഹ, പറ്റിപ്പോയ തിന്മകളെ മായ്ച്ചു കളയാൻ അതിന് മാത്രം നന്മകളെ നീ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സദസ്സിൽ നിന്ന്, മുന്നിൽ നിന്നും തൽക്കാലത്തേക്ക് വിട്ടുപോകുന്ന ഒരു ദൗത്യവുമായി പറഞ്ഞയക്കുന്ന സഹാബി മുആദ് റളിയല്ലാഹുവിനോട് ഉപദേശിക്കുകയാണ്. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, മാത്രമല്ല ജനങ്ങളുമായി ഇടപഴകേണ്ടത്, പെരുമാറേണ്ടത് വളരെ നല്ല സ്വഭാവത്തിലായിരിക്കണം. ഒരു ചീത്തപ്പേരുണ്ടാക്കരുത്. അത് നിനക്കല്ല അതുകൊണ്ട് ദോഷം ഉണ്ടാവുക. പിന്നെ നീ ഏതൊരു സന്ദേശവുമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, ആ സന്ദേശത്തിനാണ്. ആരാണ് ആ സന്ദേശം പറഞ്ഞയച്ചവർക്കാണ്. അഥവാ ഇസ്ലാമിനാണ് അതിൻ്റെ ദോഷം ഉണ്ടാവുക, പ്രവാചകർക്ക് ആ ദോഷം ഉണ്ടാവുക. അതുകൊണ്ട് നീ നല്ല രീതിയിൽ പെരുമാറണം. ഇങ്ങനെ ഉപദേശങ്ങൾ
ഒക്കെ കൊടുത്തു. ആ ഉപദേശം കൊടുത്ത കൂട്ടത്തിൽ മുആദ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം വളരെ ദീർഘിച്ചത്. ആ ഭാഗങ്ങൾ തന്നെ പറഞ്ഞാൽ നേരം വെളുത്തു പോകും. പള്ളിയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? പള്ളിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കഴിഞ്ഞപ്പം മുആദ് റളിയല്ലാഹു കൈ പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നീല ഒയ്ബുക്ക്, പൊന്നാര മുആദ്, അള്ളയാണ് സത്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സലാസൻ 3 വട്ടം അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഴമാണ് വളരെ കൂടെയുള്ള സഹാബികൾ. അപ്പം അള്ളയാണ് സത്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നിട്ട് ആ സ്നേഹത്തിൻ്റെ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് മുആദ് റളിയല്ലാഹു. എന്താണ് ആ സമ്മാനം? കീശയെ തപ്പിയിട്ട് ഒരു കാരക്ക അല്ലെങ്കിൽ ഒരു അത്തർ എന്തെങ്കിലും ആണോ? എന്താ സമ്മാനം കൊടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു കൊടുത്ത ഒരു സ്നേഹത്തിൻ്റെ സമ്മാനമുണ്ട്, ഒരു ഉപദേശമാണ്. ഈ നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ മറന്നു പോകരുത്, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിട്ടുകളയരുത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക. അല്ലാഹുവെ, നിന്നെ മറന്നു പോകാതിരിക്കാൻ, നിന്നെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ. വശുക്രിക, നിനക്കെപ്പോഴും നന്ദിയുള്ളവരാവാൻ. വഹുസ്നി ഇബാദത്തിക, നിനക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും നല്ല മട്ടത്തിലാവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന ഈ ഒരു നിസ്കാരത്തിൻ്റെ പിറകെയും പറയാൻ, പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. ഓക്കെ, അങ്ങനെ ഒരുപാടുണ്ട് മുആദ് റളിയല്ലാഹുവിനോട് ബന്ധപ്പെട്ട വിഷയം. ഇവിടെ നമ്മുടെ കുറ്റവും ശിക്ഷയും നിയമം അതിലേക്ക് കടന്നു വരുന്നൊരു സന്ദർഭമുണ്ട്. യമനിലേക്ക് യാത്ര അയക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ആ കൂട്ടത്തിൽ പറഞ്ഞു, നീ പോകുന്നത് ഖുർആനും സുന്നത്തൊന്നും അറിയാത്ത മനുഷ്യന്മാരെടുത്തേക്കാണ്. നീ അവരുടെ അടുത്ത് പോയിട്ട് എങ്ങനെയാണ് നീ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുക, തീരുമാനം പറയുക? മുആദ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ അനുസരിച്ച്. എന്തോ സംശയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഷാ അല്ലാഹ് അത് ശരിവെച്ചു. പിന്നെ ഖുർആനിൽ നിന്ന് എനിക്ക് പറയാൻ ഒന്നും ഒരു തീരുമാനം കിട്ടിയില്ലെങ്കിലോ? അപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ചര്യ അനുസരിച്ച് ഞാൻ വിധിക്കും. അവിടെയും നിനക്ക് ഒരു തൃപ്തികരമായ മറുപടി കണ്ടില്ലെങ്കിലോ, പരിഹാരം കണ്ടില്ലെങ്കിലോ, ഞാൻ അജ്തഹിദ്, ഈ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ആലോചിക്കും. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഗവേഷണമാണ്. അതൊരു സയൻസിൽ ലാബിലും മാത്രം ഉപയോഗിക്കുന്നൊരു വാക്കല്ല. ആ തെളിവുകളും ന്യായങ്ങളും വെച്ച് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ ആലോചിച്ചിട്ടൊരു തീരുമാനമെടുക്കും. എന്നിട്ട് ഞാനത് പറയും. പറയുന്നത് എൻ്റെ വാക്കായിരിക്കാം, പക്ഷേ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശരിവെച്ചു, അദ്ദേഹത്തെ അഭിനന്ദിച്ചു. നിയമമുണ്ടാകുന്നത് ടെക്സ്റ്റിൽ നേരിട്ടുള്ളത് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ അതിനനുസരിച്ച് അതിന് വിരുദ്ധമല്ലാത്ത, അതിൻ്റെ ലംഘനമാവാത്ത രീതിയിൽ അതിൽ നിന്നും കണ്ടെത്തുന്ന, സ്വരൂപിക്കുന്ന പരിഹാരമാർഗങ്ങൾ, നിർദ്ദേശങ്ങൾ. ഇങ്ങനെ നിയമങ്ങൾ രണ്ട് രീതിയിൽ മൊത്തത്തിൽ പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾക്ക് ശിക്ഷാമുറകളിലേക്ക് വരുമ്പോൾ ചില വചനങ്ങൾ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ, നമുക്കതിൻ്റെ വ്യാഖ്യാനങ്ങളില്ലാതെ തന്നെ ആ ആയത്ത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സൂറത്തുൽ ബഖറയിൽ നോമ്പ് നിർബന്ധമാക്കുന്നതൊക്കെ പറയുന്നതിൻ്റെ അതിനോടനുബന്ധിച്ച് അവിടെ അതിൻ്റെ അടുത്തുള്ളൊരു സംഗതിയുണ്ട്. അൽ ബഖറയിൽ 178, 179 ആയത്തുകൾ. നമ്പർ പറയണത് നിങ്ങൾ പിന്നെ പോയിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. 178 ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യത്തിൽ വിശ്വസിച്ചവർ, കുത്തിബ അലൈക്കും, എന്താ കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്താ നിർബന്ധമാക്കിയത്? സിയാം അല്ലേ? സിയാമല്ല ഇതിൽ പറയണത്, തൊട്ടടുത്ത് വേറെ ആയത്തിലുണ്ട്. ഇവിടെ പറയണത് കുത്തുബ അലൈക്കുമുൽ ഖിസാസു, ഖിസാസ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്താ ഖിസാസ് എന്ന് പറഞ്ഞാൽ? സാഹിത്യത്തിൽ പറഞ്ഞാൽ പ്രതിക്രിയ. പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതികൾ ചെയ്യുന്ന ക്രിയയാണോ? പിന്നെന്താ? ഒരു പ്രവൃത്തി, ഒരു കാര്യം ഒരാൾ ചെയ്തു, അതിന് പകരമായിട്ട് ചെയ്യുന്നത്. അഥവാ നമ്മൾ പകരം വീട്ടുകയെന്ന് പറയല്ലേ, ഇങ്ങോട്ടുള്ള അക്രമങ്ങളോ കയ്യേറ്റങ്ങളോ ഉപദ്രവങ്ങളോ കൊലക്കുറ്റം തന്നെയോ, അവിടെ എല്ലാം വിട്ടുകൊടുക്കുകയും മാപ്പാക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ലാതെയാവും. അതാണ് ഇവിടെ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസ്. പകരം പ്രതിക്രിയ ചെയ്യൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. എവിടെ? ഫിൽ ഖത്ല, കൊലക്കുറ്റം നടന്നു കഴിഞ്ഞാൽ. അൽ ഹുർറു ബിൽ ഹുർരി. എന്താ ഹുർറു ബിൽ ഹുർരി? ഒരു സ്വതന്ത്രനാണ്. അന്നത്തെ കാലത്ത് അടിമയും ഉണ്ടായിരുന്നു. സ്വതന്ത്രനെയാണ്, സ്വതന്ത്രനായ, എല്ലാ നിലക്കും സ്വതന്ത്രനായ ഒരു മനുഷ്യനെയാണ് ഒരാൾ കൊലപ്പെടുത്തിയെങ്കിൽ സ്വതന്ത്രനെ തന്നെ. അതുപോലെ തന്നെ വൽ അബ്ദു ബിൽ അബ്ദി, അടിമയാണെങ്കിൽ അടിമ. വൽ ഉൻസ ബിൽ ഉൻസ. അപ്പോൾ ഇത് കുടുംബങ്ങൾ തമ്മിലുള്ള ചോരയ്ക്ക് പകരം ചോദിക്കൽ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തുകാർ തമ്മിൽ, ഇങ്ങനെയുള്ള പലതും ആ വിഷയത്തിൽ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ്. എന്നാൽ ആർക്കെങ്കിലും ഒരാളുടെ ഒരു കയ്യബദ്ധം, അല്ലെങ്കിൽ കൽപ്പിച്ചു കൂട്ടിയാൽ തന്നെ ആവട്ടെ, ഒരു തെറ്റ് സംഭവിച്ചു, കൊലക്കുറ്റം ചെയ്തു, എന്നാൽ ഈ മരണപ്പെട്ടു പോയ മയ്യത്ത് അല്ലെങ്കിൽ അക്രമത്തിന് വിധേയനായ ആൾ, അയാളുടെ ബന്ധു, അഹി എന്നിവിടെ സഹോദരൻ എന്നാണ് ഉദ്ദേശിച്ചത്, അയാളുടെ ബന്ധു അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരായിരുന്നാലും, അയാളുടെ ഭാഗത്തു നിന്നും മാപ്പ് കൊടുക്കുകയാണ് എങ്കിൽ, വല്ല നിലക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഫത്തിബാഉൻ ബിൽ മഅറൂഫ്, അപ്പം മാന്യമായി നാട്ടുനടപ്പനുസരിച്ച് അതിനെ സ്വീകരിക്കേണ്ടതാണ്, പിൻപറ്റേണ്ടത് എന്ന് പറഞ്ഞാൽ, അവിടെ വിശദാംശങ്ങൾ വേറെയും വചനങ്ങളിൽ വരുന്നുണ്ട്. വ അദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ, നന്മയോടുകൂടി, നന്മ വിചാരത്തോടും നല്ല സ്വഭാവത്തിലും, വെച്ചാൽ നല്ല അളവിലും അടയാളത്തിലും തന്നെ അയാൾക്ക് പകരം എന്താണോ ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ നാട്ടു നടപ്പ്, നാട്ടു തീരുമാനം, നാട്ടു നിയമം എന്നാണ്. അപ്പം പകരം എന്താണ്? 1,00,000 ദിർഹമാണ്, അല്ലെ 2,00,000 ദിർഹമാണ്, ബ്ലഡ് മണി കൊടുക്കണം എന്ന് തീരുമാനമുണ്ടെങ്കിൽ, നിയമമുണ്ടെങ്കിൽ അത് മാന്യമായി പാലിക്കുക. അതുകൊണ്ടോ കൊലക്ക് പകരം കൊല എന്നുള്ളതിൽ നിന്ന് ഒഴിവാവുകയാണ്. ഖിസാസ് പ്രതിക്രിയ ചെയ്യാതെ വെറുതെ വിടുകയാണ്. പകരം എന്ത് വേണം? ഒരു പക്ഷേ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബം അനാഥമായി പോകും. അവർക്ക് മറ്റൊന്നും അവലംബിക്കാനില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. ആ നിലയ്ക്ക് അതിൻ്റെയൊക്കെ ഉള്ളൊരു താൽക്കാലിക ആശ്വാസത്തിന്, പരിഹാരത്തിന് കൂടിയാണ് അത് നിർദ്ദേശിക്കുന്നത്. അതോടൊപ്പം കുറ്റം ചെയ്ത ആൾ ഇങ്ങനെ അവകാശികൾ മാപ്പ് കൊടുത്താൽ തന്നെയും ഒരു ഭാരവും ഒരു വേദനയും ഒരു നഷ്ടവും സഹിക്കാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി വിലസാനുള്ള ഒരവസ്ഥ ഉണ്ടാവരുത്. മറിച്ച് വിധിപ്രകാരം അയാൾക്ക് ഒരു ബാധ്യത അയാളുടെ മേൽ ഏൽപ്പിക്കണം എന്ന രീതിയിൽ പറയണം. അദാഉൻ ഇലൈഹി ബി ഇഹ്സാനിൻ, അത് നാട്ടു മര്യാദ അനുസരിച്ച് നന്മയോട് കൂടി ആവണം എന്നർത്ഥം. ഓക്കെ. ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും, ഇത് നിങ്ങളുടെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു ലഘൂകരണമാണ്, നിയമം എളുപ്പമാക്കിയതാണ്. ഖുർആനിലെ വചനം അവതരിക്കുന്നതിന് മുമ്പ് അഹ്ലി കിതാബിൻ്റെ, തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയൊക്കെ ആളുകളിൽ അതിലെ നിയമങ്ങൾ പ്രകാരം ഖിസാസിൽ മറ്റു വിട്ടുവീഴ്ചകളില്ല. ഈ കൊല്ലപ്പെട്ട ആളുടെ രക്തബന്ധുക്കൾക്ക്, അനന്തരാവകാശികളോ അടുത്ത ബന്ധുക്കളോ
അവർ വിചാരിച്ചാൽ അതിലൊരു മാപ്പ് കൊടുക്കാൻ ചാൻസ് ഇല്ല, പഴുതില്ല. പക്ഷേ തഖ്ഫീഫ് മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ പക്കൽ നിന്നും നിങ്ങൾക്ക് പ്രത്യേകമായി ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇളവ് അനുവദിക്കുകയാണ് എന്ന്. ഫമൻ എഴുത്തതാ ബാഴ്തതാലിക്ക, എന്നാൽ ഇതൊക്കെ സ്വീകരിച്ചു. മയ്യത്തിൻ്റെ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ മാപ്പ് കൊടുത്തു. പകരം ദിയ എന്ന് മലയാളത്തിലൊക്കെ വരില്ലേ, ദിയ എന്ന് പറയണത് അത് ഹിന്ദി വാക്കല്ല. ദേന എന്നുള്ള ദിയ അല്ല. പിന്നെന്താ, ഖുർആനിൽ ടെക്സ്റ്റിൽ, ഖുർആനിലെ ഹദീസിൽ പറഞ്ഞ ദിയത്ത് എന്ന് പറഞ്ഞാൽ ബ്ലഡ് മണിയാണ്. ആ ദിയ അങ്ങനെ തന്നെയാണ് നമ്മുടെ നിയമ നടപടികളിൽ ധനം എന്ന് പറയുന്നത്. നീതിന്യായ വകുപ്പിൽ കണ്ടമാനം അറബി വാക്കുകൾ കാണാം. കോഴിക്കോട്ടെ വെല്യങ്ങാടിൽ നിന്ന് ലേശം അങ്ങോട്ട് നടന്നു പോയി മുൻസിഫ് കോടതികൾ. എന്താ മുൻസിഫ് കോടതി എന്ന് പറഞ്ഞത്? മുൻസിഫ് എന്ന് പറഞ്ഞാൽ എന്താ? മലയാളമല്ല. ഇൻസാഫ് എന്ന് പറഞ്ഞാൽ അതിലാണ് നീതി. മുൻസിഫ് നീതി നടപ്പിലാക്കുന്ന കോടതി എന്ന്. അദാലത്ത് മലയാളത്തിൽ വലിയ അക്ഷരത്തിൽ ആ എന്ന് എഴുതിയിട്ടുണ്ടാവും. അദാലത്ത് എന്താ? അദാലത്ത് എന്ന് പറഞ്ഞത് അറബി വാക്കാണ്, അതിലിൽ നിന്നാണ്. അദാലത്ത് എന്ന് പറഞ്ഞാൽ നീതി. ഹുക്കുമ് മലയാള വാക്ക് പോലെ ഉപയോഗിക്കുന്നതാണ്, ഖുർആനിൻ്റെ വാക്കാണ്. നീതി എന്നുള്ള നീതിയും നിയമവും അത് നടപ്പിലാക്കലും അതിനു വേണ്ടിയുള്ള നടപടികളും ഇസ്ലാം വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ പ്രയോഗങ്ങളൊക്കെ മലയാളത്തിൽ സ്ഥാനം പിടിച്ചതിൻ്റെ അടയാളം. ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തെങ്കിലും ഒരു തർക്കമുണ്ടായി, അവസാനം അത് രേഖാമൂലം പോലീസിലെത്തി, കോടതിയിലെത്തി. നമ്മളെ നിയമമൊന്നും അറിയാഞ്ഞാൽ നമ്മൾ ആരെ ഏൽപ്പിക്കും കാര്യം? ആരെ ഏൽപ്പിക്കുക? വക്കീലിനെ. വക്കീലാരാ? വക്കീൽ അറബിയാണ്, അറബി വാക്കാണ് വക്കീൽ. വക്കീലിനെ ഏൽപ്പിക്കുന്ന പണിക്ക് എന്താ പറയുക? വക്കാലത്ത് കൊടുത്തു എന്നാ പറയുക അല്ലേ? വക്കാലത്ത് എന്താണ്? നീതിന്യായവും അതിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട എല്ലാ സാങ്കേതിക പ്രയോഗങ്ങളും അറബി വാക്കാണ്. അപ്പോൾ ആ പ്രയോഗങ്ങളിൽ നിന്നും അതിൻ്റെ സ്വാധീനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കടന്നു വരുന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സംവിധാനവും നിയമവ്യവസ്ഥയും അതിൻ്റെ നടപടിക്രമങ്ങളും അതിന് രേഖകളും അതിൻ്റെ പേരുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ മലയാളത്തിൽ വിധി പറയുന്ന ആൾക്ക് പറയുന്ന പേരെന്താ? കോടതിയിൽ വിധി പറയുന്ന ആൾക്ക് ജഡ്ജി മലയാള, ജഡ്ജി ഇംഗ്ലീഷ് അല്ലേ? എത്ര പണിയുണ്ടാവുക പറഞ്ഞുണ്ടാക്കാൻ? കാളി എന്നല്ലേ പറയാം മലയാളത്തിൽ. അതാ കാസി എന്ന് എഴുതും, ലാ ഇല്ല അറബിയിൽ. മലയാളത്തിൽ കാസി വിധി പറഞ്ഞു, എല്ലാം അറബിയാണ്. അപ്പോൾ വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്. തുടർന്ന് പറയണേ അടുത്ത ആയത്ത്, വലക്കും നിങ്ങൾക്കുണ്ട് ഫിൽ ഖിസാസി പ്രതിക്രിയ ചെയ്യുന്നതിൽ, പകരം ചോദിക്കുന്നതിൽ, പകരമുള്ള അനന്തര നടപടികൾ എടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഹയാത്തുൻ. എന്താ ഉള്ളത്? എന്താ ഹയാത്ത് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? കയ്യൂക്കുള്ളം കാര്യക്കാരനായി ഓരോരുത്തരും തോന്നിയതുപോലെ ചെയ്യാൻ വിടാൻ പാടില്ല. പകരം ചോദിക്കണം, പ്രതിക്രിയ നടപ്പിലാക്കണം, എങ്കിലേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന്. ഹയാത്ത് എന്ന് ഇവിടെ ഹയാത്ത് റിജൻസി അല്ല, ഹയാത്ത് ജീവിതമാണ്. ഓക്കെ. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങളിത് മനസ്സിലാക്കണം. ബുദ്ധിയില്ലാത്തവരെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഏൽപ്പിക്കുന്നില്ല. ബുദ്ധിയുള്ളവരിത് മനസ്സിലാക്കണം, അല്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ലഅല്ലക്കും തത്തഖൂൻ, എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? നിങ്ങൾ തഖ്വയുള്ളവരാവാൻ. തഖ്വയുള്ള എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ, നോമ്പ് വിളിക്കുക മാത്രമല്ല. തഖ്വ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? സൂക്ഷ്മതയാണ്, ജാഗ്രതയാണ്, കരുതലാണ്, അതീവമായ ജാഗ്രത. എങ്കിലേ ആപത്തുകളും അക്രമങ്ങളും ഇല്ലാതിരിക്കുള്ളൂ. അപ്പം ഇങ്ങനെ പറയുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. അപ്പം അതുപോലെ മറ്റൊരു വചനം സൂറത്തുൽ മാഇദയിലെ ഒരായത്തും കൂടി പറയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോഴേക്ക് ഇശാ ബാങ്ക് കൊടുക്കും. ഇൻഷാ അല്ലാഹ്.
സൂറത്തുൽ മാഇദയിൽ ഒരു നിയമവ്യവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഒരു നിയമം ലോകത്തോട് പറയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വകതബ്നാ അലൈഹിം ഫീഹാ അന്നൻ നഫ്സ ബിൻ-നഫ്സി വൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫി വൽ ഉദ്ന ബിൽ ഉദ്നി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസുൻ. എന്താ സംഭവം? തൗറാത്തും ഇഞ്ചീലും അതിൽ അവതരിച്ച നിയമങ്ങളൊക്കെ പറയുന്നുണ്ട് മേലെ. എന്നിട്ട് പറയാണ്, നാം അവരുടെ മേൽ നിർബന്ധമാക്കി. നേരത്തെ ആർക്കൊക്കെയാണോ ഗ്രന്ഥങ്ങൾ നൽകിയത്, നിയമങ്ങൾ പഠിപ്പിച്ചത്, അവരുടെ മേൽ നിർബന്ധമാക്കി. എന്താണ്? അന്നൻ നഫ്സ ബിൻ നഫ്സ്, നഫ്സിന് പകരം നഫ്സ്, പകരം ഞങ്ങൾ ചോദിക്കും. കേട്ടില്ലേ? ആ പകരം ചോദിക്കുന്നതിൻ്റെ ഖിസാസിൻ്റെ വിഷയമാണ് പറയണത്. അന്നഫ്സ്, നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യൻ്റെ ജീവൻ, അതിനാണ് പറയണത്. അപ്പം ജീവന് പകരം ജീവൻ, ജീവൻ അപായപ്പെടുത്തിയാൽ, ഖുർആനിലെ വളരെ പ്രസിദ്ധമായ വചനം കേട്ടിട്ടില്ലേ? സ്വർഗത്തു നിന്ന് അങ്ങനെ ഒരു പാപം സംഭവിച്ചു, ഭൂമിയിലേക്ക് വരേണ്ടി വന്നു. ഭൂമിയിലെത്തിയിട്ടുണ്ടായ ആദ്യത്തെ പാപം എന്താണ്? ആദമിൻ്റെ മക്കൾ രണ്ടുപേര് തമ്മിൽ തർക്കമുണ്ടായി, വഴക്കുണ്ടായി. ആരെയും അവരുടെ പേരെന്തെയ്യുന്നു? ഹാബീലും കാബീലും. അപ്പം അവർ തമ്മിലുള്ള വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഒരാൾ മറ്റൊരാളെ കൊല ചെയ്തു. ഭൂമിയിലെ ആദ്യത്തെ കൊലക്കുറ്റമാണ്. ആദ്യമായി ഒരു ജീവനെ അപകടത്തിൽപ്പെടുത്തുകയാണ്. ഇസ്ലാം ഒരിക്കലും മറ്റുള്ളവരുടെ ജീവൻ തൊട്ട് കളിക്കാൻ അനുവദിക്കുന്നില്ല. ഹറാമുൻ അലൈക്കും ദിമാഉക്കും, നിങ്ങളുടെ രക്തം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ഒരാളുടെയും രക്തം ചിന്താൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആദമിൻ്റെ 2 മക്കൾ അങ്ങനെ ഒരു അക്രമം ചെയ്തപ്പോൾ ഒരാൾ കൊല ചെയ്യപ്പെടാനിടയായി. അതോടെ ഒരു നിയമമായി, പ്രസ്താവനയായി വന്നെന്താണ്? ഏതെങ്കിലും ഒരു ജീവനെ വല്ലവനും അപായപ്പെടുത്തിയാൽ മുഴുവൻ ജീവനെയും, കാരണം ആ മരണപ്പെട്ടു പോയ വ്യക്തിയിലൂടെ ആ തലമുറകളായി എന്തെല്ലാം സന്താന പരമ്പരകൾ വരാം. മാത്രമല്ല, അങ്ങനെ ഒരു സംഭവത്തിലൂടെ അതിനൊരു തിന്മയുടെ അക്രമത്തിൻ്റെ വഴി തുറക്കുകയാണ്. ആരെല്ലാം പിന്നെ അത് ശീലമാക്കാം, അനുകരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഒരാളുടെ ജീവനെ നിങ്ങൾ അപകടപ്പെടുത്തിയാൽ മുഴുവൻ എല്ലാ ജീവനെയും നശിപ്പിച്ചപോലെ, അപായപ്പെടുത്തിയതുപോലെയാണ്. എന്നാൽ ഒരു ജീവനെ നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ, ഒരു ജീവനെ നിങ്ങൾ സംരക്ഷണം നൽകിയാൽ, എല്ലാ മനുഷ്യരെയും നിങ്ങൾ സംരക്ഷിച്ചതുപോലെയാണ്. ഇത്രയ്ക്ക് വിശാലവും വളരെ അടിസ്ഥാനപരവുമാണ് ഇസ്ലാമിൻ്റെ ഈ കാഴ്ചപ്പാടിൻ്റെ പൊതുവായ അതിൻ്റെ നിലപാട്. അവിടെ ജാതിയും മതമൊന്നും നോക്കിയിട്ടല്ല പറയണത്. അപ്പം എന്തായിരുന്നാലും ഇവിടെ പറയണത് എന്താ? ജീവൻ അപായപ്പെടുത്തിയാൽ പകരം ജീവൻ തന്നെ. അല്ലെങ്കിൽ വൽ ഐന ബിൽ ഐനി, ഒരുത്തൻ എന്തെങ്കിലും അക്രമം ചെയ്തിട്ട് ഒരാളുടെ കണ്ണിന് പരിക്ക് പറ്റിച്ചു, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, പകരം അങ്ങനെ തന്നെ ചെയ്യണം. വൽ അൻഫ ബിൽ അൻഫി, അൻഫാണെങ്കിൽ അൻഫ്. എന്താ അൻഫ്? അവയവങ്ങൾ, മൂക്ക്. വൽ ഉദുന ബിൽ ഉദുനി. എന്താണ് ഉദുനെന്ന് പറഞ്ഞാൽ? ഉദുനെന്ന് പറഞ്ഞാൽ ചെവി. ചെവിയില്ലേ ഉസ്താദ്മാർക്കൊക്കെ പിടിക്കാനുള്ളത്? ഈ സമ്മതം എന്ന് പറയില്ലേ, ചെവി പിടിച്ചിങ്ങനെ ആകുമ്പോൾ സമ്മതം. സമ്മതത്തിന് അറബിയിൽ എന്താ പറയുക? സമ്മതം. ഇതിനെന്നാണ് പറയുക. ഉദിന് പിടിക്കുമ്പോഴാണ് ഇതിനുണ്ടാവുക. അങ്ങനെയാണ് ആ വാക്ക് വരുന്നത്. അപ്പോൾ വൽ ഉദുന ബിൽ ഉദുനി. പിന്നെ വസ്സിന്ന ബിസ്സിൻ. എന്താ സിന്ന്? സിന്നെന്താ? പല്ല്. സിന്നിന് വേറെ അർത്ഥമുണ്ടല്ലോ. എന്താണ്? പ്രായം, വയസ്സ്.
പല്ലെണ്ണിയിട്ടാണ് വയസ്സ് തീരുമാനിക്കുന്നത്. പല വളർത്തുമൃഗങ്ങളുടെയും ഒക്കെ അതുപോലെ തന്നെ അതിൻ്റെ പല കണക്കുകളുമുണ്ട്. ഏതായിരുന്നാലും പല്ല് എന്നതിനും സിന്നാണ് പറയുന്നത്. വൽ ജുറൂഹ, അതുപോലെ ജുറൂഹ്, എന്താ ജുറൂഹ്? മുറിവുകൾ, പരിക്കുകൾ. ഖിസാസുൻ, ഇവിടെയൊക്കെ എന്ത് വേണം? പകരം പ്രതിക്രിയ ചെയ്യണം. ചോദിക്കാനും പറയാനും ആളുണ്ടാവണം, നിയമമുണ്ടാവണം, അത് നടപ്പിലാക്കണം. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, അങ്ങനെ ഉള്ള നടപടി ഉണ്ടെങ്കിൽ, നിയമമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവൻ നിലനിൽക്കാൻ, സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പം ഇങ്ങനെ ഉള്ള ഒരുപാട് വചനങ്ങളിൽ നമുക്ക് മൊത്തത്തിൽ ഈ നിയമത്തിൻ്റെ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സ്വഭാവവും ഈ രീതിയിൽ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പം ഇവിടെ വലിയൊരു സംസാര വിഷയമായിട്ടുള്ള ഈ ഒരു കൊലക്കുറ്റം, വളരെ ദാരുണമായ അതീവ ക്രൂരമായ രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. അത് സ്വയം സമ്മതിച്ചതാണ്, തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞാനവിടെ വിവരിക്കണില്ല, നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. സംഗതി വശാൽ എന്തോ പ്രത്യേക ആവശ്യങ്ങൾ, രേഖകൾ കയ്യിലാക്കാൻ വേണ്ടി അയാളെ ബോധം കെടുത്തുന്ന ഒരു രീതിയിൽ ഒരു സംഗതി ചെയ്തത്, നടപടി അല്ലെങ്കിൽ ഒരു ക്രിയ ചെയ്തതാണ്. പക്ഷേ അത് അബദ്ധത്തിൽ എന്തായിപ്പോയി, ആൾ മരണപ്പെട്ടു. അപ്പം നിയമത്തിൻ്റെ വളരെ സൂക്ഷ്മമായ ചുരുളുകൾ അഴിച്ച് പരിശോധിക്കുമ്പോൾ കൽപ്പിച്ചു കൂട്ടി ചെയ്ത കുറ്റമാണോ, കൊല നടത്തിയതാണോ, അതല്ല അല്ലാതെ സംഭവിച്ചു പോയതാണോ, ഒരു കൈപ്പിഴയാണോ എന്നതൊക്കെ അതിൻ്റെ വാദഗതികളിൽ കടന്നു വരുന്ന മറ്റു വശങ്ങളാണ്. ഏതായിരുന്നാലും ഇവിടെ അതോടെ അവസാനിക്കുന്നില്ല. ആൾ മരണപ്പെട്ടു പോയി, ജീവനാപായത്തിലായി എന്നതിലപ്പുറം പിന്നീട് ആ അബദ്ധം പറ്റിയതിനെ മറച്ചു വെക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇബ്ലീസ് തോന്നിപ്പിക്കുന്ന ഒരുപാട് സൂത്രങ്ങളാണ് ആ നേരത്തെ. ആ ദുർബല നിമിഷത്തിൽ പല വെപ്രാളങ്ങളും പല രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകളും ഉണ്ടാവും. അതിൽപ്പെട്ടതാണ് ആ മരണപ്പെട്ടു പോയ ആ മനുഷ്യൻ്റെ ശരീരം പല കഷണങ്ങളാക്കി, നുറുങ്ങുകളാക്കി തൊട്ടടുത്തുള്ള കെട്ടിടത്തിലെ വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി ഇട്ടു. തൽക്കാലം മറച്ചു വെച്ചു, ഒളിപ്പിച്ചു. എന്നിട്ട് ആൾക്ക് കിട്ടാനുള്ള രേഖകളൊക്കെ ആൾക്ക് കിട്ടി. അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ പോയി. കാരണം പുറത്തേക്ക് പോകണമെങ്കിൽ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയൊക്കെയാണ് എളുപ്പവഴികൾ. അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് മാസത്തിൽ, കൊല്ലത്തിൽ ഇത്ര പേർക്ക് ഇങ്ങനെ ഇന്ന നാടുകളിലേക്ക് പോകാമെന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങളും അനുവാദങ്ങളൊക്കെ ഉണ്ട്. എനിവേ പിന്നീട് അവിടുന്ന് പിടിക്കപ്പെടുകയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ഏതായിരുന്നാലും ഇവിടെ ഇപ്പോഴുള്ള ചർച്ചയുടെ വളരെ സജീവമായൊരു വശം, ഇങ്ങനെയൊരു വശമുണ്ടല്ലോ, മരണപ്പെട്ടു പോയ ആളുടെ അനന്തരാവകാശികൾ അല്ലെങ്കിൽ കുടുംബം മാപ്പ് കൊടുത്താൽ ശിക്ഷാമുറയിൽ നിന്നും രക്ഷപ്പെടാമല്ലോ എന്നുള്ള. അവിടെ തന്നെ ഈ മാപ്പ് കൊടുക്കുക, വധശിക്ഷ മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണം പറയും, ഇവിടെയൊക്കെ നടപ്പിലുള്ള ഒരു സാധാരണ കേസ്, മാർക്കറ്റിലെ ഒരു സാധാരണ കേസാണ് ചെക്ക് കേസ്. ഒരാൾ മറ്റൊരാൾക്കൊരു സംഖ്യ കൊടുക്കാനുണ്ട്, അതിനൊരു അവധി നിശ്ചയിച്ചൊരു ചെക്ക് കൊടുത്തു, ഒരു 100,000 ദിർഹം. ചെക്ക് എന്തായി, ബാങ്കിൽ നിന്ന് ബൗൺസായി. ഫണ്ടില്ലാതെ അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ആയതാണ്, പല കാരണങ്ങളാൽ സിഗ്നേച്ചർ ഒറിജിനലല്ല, പല കാരണങ്ങളാൽ ചെക്ക് ബൗൺസ് ആവാം. അങ്ങനെ പരാതിപ്പെട്ടു, നിയമമായി, പോലീസായി, കോടതിയായി. അവസാനം എല്ലാ തെറ്റുകളും തെളിയിക്കപ്പെട്ടു, കുറ്റം സമ്മതിച്ചു. കോടതിയിൽ ജഡ്ജിൻ്റെ മുന്നിൽ വിധി പറയാൻ ഒരു ദിവസത്തേക്ക് നീട്ടിവെച്ചു, നിശ്ചയിച്ചു. അതിനിടക്കാണ് പലരും ഇടപെട്ടിട്ട് പരാതിപ്പെട്ട ആൾ ഈ സംഖ്യ കിട്ടേണ്ടുന്ന അതിൻ്റെ ഉടമസ്ഥനായ അവകാശപ്പെട്ട ആൾ ഇയാൾക്ക് മാപ്പ് കൊടുക്കുകയാണ്. ഞങ്ങൾ തമ്മിലുള്ള ഇടപാട് സെറ്റിൽമെൻറ്റായി.
കിട്ടിയാലും കിട്ടില്ലെങ്കിലും രേഖയിൽ കിട്ടിയെന്ന് രേഖപ്പെടുത്തുന്നു. അതിനുള്ള സ്വാധീനങ്ങളോ മറ്റു ബന്ധങ്ങളോ മറ്റു കെയർ ഓഫുകളോ ഒക്കെ ആവാം. ഒരു പക്ഷേ അയാൾ കാശ് കൊടുക്കാനുള്ള ഒരാൾ അതിൽ ഇടപെട്ടിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ആവാം. പറഞ്ഞു വന്നത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നിയമ നടപടിയുടെ ചെക്ക് കേസ്, പരാതിപ്പെട്ട ആൾ അത് പിൻവലിച്ചു, റിലീസ് ലെറ്റർ കൊടുത്തു. തനാസുൽ എന്നാണ് പറയുക അറബി. അപ്പം വിധി നടക്കുന്ന ദിവസം രാവിലെ റിലീസ് ലെറ്ററുമായിട്ടാണ് പ്രതി വന്നത്. അങ്ങനെ എന്തോ പറയാനുണ്ട് കൈ വന്നിച്ചു, പേപ്പർ കാണിച്ചു, അത് ജഡ്ജിൻ്റെ മുന്നിലെത്തിച്ചു. ജഡ്ജി വായിച്ചു നോക്കുമ്പോൾ പരാതിയില്ല. പരാതിപ്പെട്ട ആൾ പരാതി പിൻവലിച്ചിരിക്കുന്നു. കിട്ടാനുള്ളത് കിട്ടിയാലും ഇല്ലെങ്കിലും ഏതായാലും ആൾ പിൻവലിച്ചിരിക്കുന്നു. അപ്പം അത് നോട്ടറി പബ്ലിക് എന്നൊക്കെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള പേപ്പറാണ്. അതോടെ അയാൾ കുറ്റവിമുക്തനാവുകയാണ്. പക്ഷെ അവിടെ രണ്ട് വശമുണ്ട് നിയമത്തിൻ്റെ മുന്നിൽ. ഒന്ന് പരാതിപ്പെട്ട ആളുടെ അവകാശം. ഈ നാട്ടിൻ്റെ ഒരു നിയമവും നാടിൻ്റെ ഒരു അവകാശവുമുണ്ട്. മനസ്സിലായോ? അക്കൗണ്ടിൽ ക്യാഷില്ലാതെ, അക്കൗണ്ട് ആക്റ്റീവ് അല്ലാതെ പൂട്ടിപ്പോയൊരു അക്കൗണ്ടിൻ്റെ പേരിലുള്ള പഴയ ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. അക്കൗണ്ടിൽ നീ കാണിച്ച ഡേറ്റിൽ നിൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിൽ നിനക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അപ്പം ഈ ചെക്ക് നിയമം ലംഘിച്ചുകൊണ്ടാണ് ചെക്ക് കൊടുത്തത്. ആൾ കേസ് പിൻവലിച്ചു, കിട്ടാനുള്ളത് കിട്ടി, എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞാലും പ്രോസിക്യൂഷൻ അയാൾക്കെതിരിൽ അപ്പീലിൽ പോകും. ജഡ്ജിൻ്റെ അടുത്ത് നിന്ന് പറയും ഇയാളെ വെറുതെ വിടാൻ പാടില്ല, നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ ചെക്ക് ഇഷ്യൂ ചെയ്തത്. ആ ശിക്ഷ അയാൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിന് ഫൈനുണ്ടാവും, ചിലപ്പോൾ ജയിലുണ്ട്, ഫൈൻ അടച്ചില്ലേ ജയിലുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സംഖ്യക്കനുസരിച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം നിയമത്തിൻ്റെ നൂലാമാലകളുണ്ട്. ഇവിടെയൊക്കെ എന്താണ് നിയമം? എന്താണ് നിയമം ഉണ്ടെങ്കിൽ, നിയമം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ പോലും നിയമമുണ്ട്. വലാ തഖ്റബാ ഹാദിഹി ശജറ. അപ്പോൾ നിയമം ഉണ്ടെങ്കിലേ ശിക്ഷകളുള്ളൂ, തെറ്റുകളുണ്ടാവുന്നുള്ളൂ.
നിയമമില്ലാത്തൊരു തെറ്റില്ല. തെറ്റുകളുണ്ടെങ്കിലേ ശിക്ഷ ഉണ്ടാവുന്നുള്ളൂ. ഇവിടെയൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ ഞാൻ അനുഭവത്തിൽ നിന്ന് പറയാം, നമ്മുടെ നാട്ടുകാർ നമ്മൾക്ക് ഒരുപാട് ഓവർ സ്മാർട്ടാകുന്ന, അമിത സാമർഥ്യം കാണിക്കുന്ന, കുറുക്കു വഴികൾ അന്വേഷിക്കുന്ന ഒരു ശീലം നമ്മളിൽ എങ്ങനെയോ കടന്നു വന്നിട്ടുണ്ട്. നിയമത്തിൽ എന്തെങ്കിലും പഴുതുകൾ ഉണ്ടാക്കുക രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ആളെ പേരൊന്നും പറയാത്തൊരു സംഗതി പറയട്ടെ. നിയമവകുപ്പിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊരാൾ കേസിൽ കുടുങ്ങി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഫാമിലികൾ, അമ്മയും കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവും. ഒരു മോനോ ഭർത്താവോ ജയിലിലായിരിക്കും. അപ്പോൾ ഏതാണെന്ന് അവരെ മുഖഭാവം കണ്ട അറിയാം, കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവനും കോർട്ടിലുള്ള ആളാ, ജോലിക്കാരനാണ്. വേഗം നമ്പർ എടുത്ത് വൈകുന്നേരം വിളിക്കുമെന്ന് പറഞ്ഞ് നമ്പർ എടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ വൈകുന്നേരം വിളിച്ചു. അത് നമുക്ക് ശരിയാക്കാം, അത് നമുക്ക് രക്ഷപ്പെടുത്താം, അത് നമുക്കില്ല, സാരമില്ലാതാക്കാം. സംസാരിച്ച് ഇത്ര സംഖ്യ വേണം, നിങ്ങളിങ്ങനെ കാണേണ്ട പോലെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നൈഫ് റോഡിൻ്റെ ഉള്ള സെറോനി മസ്ജിദിൻ്റെ മുറ്റത്ത് വെച്ചിട്ട് പിന്നെ ഈ ഒരമ്മ വന്നിട്ട് മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ചങ്ങാതിക്ക് കൈക്കൂലി കൊടുക്കുകയാണ്. കൈക്കൂലി കൊടുക്കുമ്പോൾ CID വന്നിട്ട് പിടിച്ചു. സംഭവം എന്താണ്? ഈ ടെലിഫോണിലുള്ള ഒത്താശകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പിടിക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ജോലിക്കാരൻ പ്രതിയായി പോലീസ് പിടിച്ചു കൊണ്ടുവന്ന് വിചാരണയും നടപടികളുമാണ്. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ, കാരണം അഭിമാനം കൊണ്ട് അയാൾ നിഷേധിച്ചു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അയാളുടെ സംസാരം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സംസാരം മലയാളത്തിലാണ്. അപ്പം അത് അയാളെ കേൾപ്പിച്ചിട്ട് ചോദ്യം ചെയ്യാം. അപ്പോൾ ചീഫ് പ്രോസിക്യൂട്ടറുടെ മുന്നിൽ അയാളെ കൊണ്ടുവന്നിരുത്തി ടാപ്പ് റെക്കോർഡിൽ ഇത് പ്ലേ ചെയ്യാണ്. അപ്പം എന്നെയും വിളിച്ചു, കേൾക്കണം, കേട്ടിട്ട് എന്താണ് ഈ പറഞ്ഞതെന്ന് ഇയാളോട് പറഞ്ഞു കൊടുക്കണം, ഇവനോട് ചോദിക്കണം ഇത് ഈ പറഞ്ഞതല്ലേ. അപ്പോൾ ആ കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഈ പ്രതി പറയാം, കക്കടെ ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് കേച്ചിലാക്കണേന്ന്. കൂടെ ജോലി ചെയ്യുന്നവരാണ് പറയണത്. അപ്പം മലയാളിയുടെ അതിസാമർഥ്യവും സൂത്രവും ഇങ്ങനെയുള്ള നിയമരംഗത്ത് നിയമവകുപ്പിൽ ഒരുപാടുണ്ട്. ആളെ നിലം തൊടാതെ കയറ്റി വിട്ടു, അത് വേറെ വിഷയം. അപ്പോൾ എന്തായിരുന്നാലും അയാൾ ഒരു സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ലേശം ദീനൊക്കെ പഠിച്ച് ഒരു മൂല്യാരി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ മുജാഹിദ് ആയതുകൊണ്ട് എന്നെ കുടിക്കിയതാണെന്ന് നാട്ടിലെ അയാൾ പറയുന്നുണ്ട്. വേറെ മാർഗമില്ലല്ലോ അയാൾ നെളിഞ്ഞ് നടക്കാൻ. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ. അപ്പം നിയമത്തിൻ്റെ പഴുതുകൾ ഉണ്ടാക്കുകയും പഴുതുകൾ അന്വേഷിക്കുകയും ചെയ്യുകയല്ല, നിയമം പാലിക്കലാണ് നമ്മുടെ ബാധ്യത. അതാണ് പുണ്യം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും. സത്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. പിന്നെ നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ, ഏത് നാട്ടിലാണോ നമ്മളുള്ളത്, ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്, അവിടുത്തെ കൈകാര്യകർത്താക്കൾ അവരനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഖുർആൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളതാണ് നിയമം പാലിക്കാൻ. അത് ക്യൂ ലംഘിക്കാൻ പാടില്ല, നടപടികൾ ലംഘിക്കാൻ പാടില്ല. ട്രാഫിക് നിയമമായാലും മറ്റ് ട്രാക്കായാലും ലൈനായാലും എവിടെയും നിയമം പാലിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. അപ്പം കുറ്റവും ശിക്ഷയും എന്നുള്ള വിഷയം എവിടെയും എത്തിയിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ നിയമം ഉണ്ടാവണം. നിയമം ഉണ്ടെങ്കിലേ മനുഷ്യൻ്റെ ജീവിതത്തിന് സുരക്ഷിതത്വവും സമാധാനവും ഉള്ളൂ, ലോകത്തെവിടെയാണ് എങ്കിലും. അതുകൊണ്ട് ആ നിയമം പാലിക്കപ്പെടണം. അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ വേണം. അതവിടെ നമ്മൾ എത്ര കൊല്ലമായി ഇങ്ങനെ, ഇനിയിപ്പോൾ ഇത് എന്തൊക്കെ നോക്കി നിൽക്കാനാണ് എന്നും പറഞ്ഞിട്ട് കുറുക്കു വഴികൾ തെരഞ്ഞു പോകാൻ പാടില്ല. അള്ളാഹു കാക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.